ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ മക്കളെ വിശേഷങ്ങളൊക്കെ? ചട്ടീന്ന് ഇങ്ങോട്ട് കിട്ടണില്ല പൊന്നാര മക്കളെ. എന്തെങ്കിലും ഐഡിയകളുണ്ട് ഒന്നും ഇങ്ങോട്ട് പറഞ്ഞു തരീട്ടോ. ചിലവർ പറയും നമ്മളെ വല്ലുള്ളിയൊക്കെ മുറിച്ച് കാണ്ടൊന്നാണ് തേച്ച് വെച്ചാൽ മതി താത്താറി. അതൊക്കെ ഞാൻ നോക്കണതാണ് കേട്ടോ. പിന്നെ മുട്ട പൊരിച്ച് കാണ്ട് അങ്ങോട്ട് റെഡിയാക്കല. എന്താപ്പം ചട്ടിക്ക് ഇങ്ങനത്തെ കേടുന്നായിരിക്കൂലേ? കുറേ ദിവസമായിട്ടോ ചട്ടി എടുത്തിട്ട് കലക്കിപ്പാർന്നപ്പം ദോശ ഉണ്ടാക്കിയിട്ട് കുറേ ദിവസമായി. ഇപ്പം കാര്യമായിട്ട് ഞാൻ കപ്പേ അല്ലെങ്കിൽ അതേപോലെ ചെറിയ ചെറിയ കടികളുണ്ടാവുമല്ലോ, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കുറച്ച് ദിവസമായി ഇപ്പോൾ ഒപ്പിച്ച് കൂട്ടണം കേട്ടോ. ഉപ്പുമാവ് ഉണ്ടാക്കും, അല്ലെങ്കിൽ പുട്ട് എളുപ്പപ്പണി, അല്ലെങ്കിൽ മൈദപ്പൊടിയിൽ ലേശം തേങ്ങയൊക്കെ ഇട്ടുകാണ്ട് അങ്ങോട്ട് പാർന്നുണ്ടാക്കും. ഒന്നാമത് ഒഴിവില്ലായിട്ടാണ് മക്കളെ. അതുകൊണ്ട് തന്നെ നമ്മളെ ഷെയ്മൂള് അപ്പം എന്തോ ചുട്ടുകാണ്ട് പണി പറ്റിച്ചതാണ് കേട്ടോ. ചട്ടിക്ക് ഓല എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് ചുടുവേ. അങ്ങനെ ചുട്ടുകാണ്ട് ആയി കഴിഞ്ഞാൽ ചട്ടി പിന്നെ നിങ്ങൾക്ക് അറിയാലേ, പിരാന്തത്യാളാർ കട്ടാരം ചട്ടി. എത്ര മാന്തി പൊറച്ചെടുത്താലും കിട്ടൂല. ചട്ടിയും നമ്മളും ഒരു കണ്ടത്തി ചേരൂല എന്ന് പറയാം. ഇച്ചാണെങ്കിൽ നേരം വെളുത്ത് നീച്ച് വന്ന അച്ച് പിരാന്താട്ട പൊന്നാര മക്കളെ. ചട്ടിന്ന് അപ്പം കിട്ടൂല പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണാണില്ലേ. രാവിലെ ഇജാതി എന്തെങ്കിലും പിരാന്തം പണി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയണാണില്ലേ. പിന്നെ അന്നത്തെ ദിവസം പോക്കാണ്, നമുക്ക് ദേഷ്യം വരൂലേ. ഒന്നാമത് അവിടെ പണിക്കാരുണ്ട്, അപ്പം അങ്ങോട്ട് ഓടണം ഇങ്ങോട്ട് ഓടണം. ഇന്ന് 2 പണിക്കാരൊക്കെ ഉണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോസ് അതൊന്നും കാണിച്ചു തരാം കേട്ടോ. കുറേ ആയി നിങ്ങൾ പൂതിയൊക്കെ തുടങ്ങിയിട്ടില്ലേ. കുറേ ആൾ മെസ്സേജ് ഇട്ടും ചോദിച്ചിട്ടുണ്ട് എന്തായി റിഷ അവിടുത്തെ പരിപാടി. അപ്പം അവിടെ 2 പണിക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ കുറേ മണ്ണൊക്കെ കൂട്ടിയിട്ടിക്കണില്ലേ. അപ്പം അതൊക്കെ വാരാനും അതൊക്കെ വാരിയാലല്ലേ നമുക്ക് ആ ബാത്റൂമിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ തിരിച്ചാൻ കഴിയുള്ളൂ. അപ്പം ആ പൈപ്പൊക്കെ സെറ്റപ്പ് ആക്കാല്ലേ ചാല് റെഡി ആക്കുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ ചാല് എന്നൊക്കെ പറയും ആ പൈപ്പ് ഇങ്ങനെ വരാനില്ലേ. അപ്പം അതൊക്കെ ഇതിൽ വീഡിയോസിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഒന്ന് ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്നാണ് ലൈക്ക് ചെയ്ത് കാണ്ട് സപ്പോർട്ട് ചെയ്ത് തരും മാക്സിമം കേട്ടോ. ഷെയർ ചെയ്ത് കാണ്ട് റിഷ മൊയ്തു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബും ചെയ്ത് തരും കേട്ടോ. പിന്നെന്താ അപ്പം തന്നെ മോളെ കിട്ടണില്ല, ദേഷ്യം വരും മനുഷ്യന്. നേരം വെളുത്ത പടന്നെ ഇങ്ങനത്തെ കിട്ടിക്കഴിഞ്ഞാൽ ഏതായാലും 3-4 അപ്പൊക്കെ ചുട്ടുകാണ്ട് ഞാൻ നീച്ചു പോയിട്ടോ. ഇനി മാണ്ടിയോല് തിന്നണ്ടാറിന് കാണ്ട് ഈ ഒരു ദോശൻ്റെ മാവ് പിന്നെ ഇഡ്ഡലി പാർന്നാലും കിട്ടൂല മക്കളെ. അത് പിന്നെ ആകെ ഒരു എന്താ പറയുക ഒട്ടിപ്പിടിച്ചു കൊണ്ടായിരിക്കും. അപ്പോൾ 3-4 കുട്ടികൾക്ക് ചുട്ടുകാണ്ട് ഞാൻ അവിടുന്ന് പോയി ബാക്കി അവലൊക്കെ കൂട്ടിക്കാണ്ട കുട്ടികൾ തിന്നു കേട്ടോ. ഇതിൻ്റെ അമ്മക്ക് ഇൻസുലിൻ വെക്കണമാണ് കേട്ടോ. രാവിലെ 15 രാത്രി 10 വെക്കും കേട്ടോ. അതിൻ്റെ ഇടയിൽ ഗുളികയായിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് അറിയാലോ എന്നാൾ ബോധം കെട്ട് പോയതൊക്കെ അമ്മ അപ്പോൾ ഇൻസുലിനാണ് തന്നിട്ട്. ഇൻസുലിനും വെക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. എന്താണെന്നോ അമ്മക്ക് ചിലപ്പോൾ ഷുഗർ ഹൈ ആവും അല്ലെങ്കിൽ കുറയും. ഒന്നാമത് ടെൻഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെ ആവും. അപ്പോൾ അതൊക്കെ നമ്മൾ നോർമൽ ചെയ്ത് നോക്കിക്കാണ്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ചോറും ചാറൊക്കെ ഉണ്ടാക്കിക്കാണ്ട് മണ്ടിയതാ മക്കളെ. ഇന്ന് ലേശം ചോറും ഉണ്ടാക്കി ഉണക്കമീൻ പൊരിച്ചു കേട്ടോ. ഇന്ന് സ്രാവും കുറച്ച് വെള്ളത്തിലിട്ടേച്ചിരുന്നു ഞാൻ മുറിച്ച് കണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞുകാണ്ട് മണ്ടി ചെന്ന് കാണ്ട് അതൊക്കെ ഉണ്ടാക്കി ഞാൻ കേട്ടോ. കാക്കും ഉണ്ട്, ഇതേപോലെ 2 പണിക്കാരും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ മണ്ണുകളിലെ നിങ്ങൾക്ക് അറിയാലേ നമ്മളാ ബാത്റൂമിന് കുഴി ഉണ്ടാക്കിയതിന് മണ്ണുകളാണ്. അതൊക്കെ ഒന്ന് മാറ്റിയാലേ അവിടെ നമുക്ക് ഈ പ്ലംബിങ്ങിൻ്റെ പണിക്ക് ചാല് കീറാൻ പറ്റുള്ളൂ കേട്ടോ. ഇതെന്താ പരിപാടി എന്നായിരിക്കൂലേ. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വിശേഷങ്ങളൊക്കെ ഉണ്ട് പറയണ്ട് എന്നല്ലേ. എന്നൊന്നാണ് കണ്ടോളി. നമ്മളെ അടുക്കള ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചെറിയ സെറ്റപ്പ് ഉണ്ടാക്കണം. അൽഹംദുലില്ലാ ഇത് ഞാൻ സ്വപ്നത്തിലും കൂടി കരുതിയിട്ടില്ല കേട്ടോ. മാഷാ അല്ലാ, അള്ളാൻ്റെ ഒരു എന്താ പറയുക, എല്ലാം നമുക്കൊരു ക്ഷമ ഉണ്ടെങ്കിൽ എല്ലാം റെഡി ആവും എന്ന് പറഞ്ഞ പോലെ അല്ലേ. അപ്പോൾ അതിനും നമുക്കൊരു ഭാഗ്യം കിട്ടിയിട്ടോ. അവിടെ ഒരു ചെറിയ റൂം ഉണ്ടാക്കാൻ കുറേ കാലത്തൊരു ആഗ്രഹമായിരുന്നു. എല്ലാം കൂടി നടക്കുമോ എന്നൊരു സംശയമായിരുന്നു കേട്ടോ. എന്നാലും ഒപ്പിച്ചു കൂട്ടിക്കാണ്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ കേട്ടോ. ഞാൻ കാക്കുവിനോട് എപ്പോഴും പറയും അവിടെ ഒരു സെറ്റപ്പ് ചെറിയ റൂം ഉണ്ടാക്കണം, എന്നാലേ നമുക്ക് ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനായിട്ടൊരു റൂം വേണം അല്ലേ. നമ്മൾ ആ ചെറിയൊരു സെറ്റപ്പിലായിരുന്നു നമ്മൾ ലേഹ്യം കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. ഇനി അത് ഉണ്ടാക്കാൻ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു റൂം വെക്കണം. അപ്പോൾ
അതിനും വേണ്ടി കുറേ കാലമായി പൂതിയൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും അവിടുന്ന് നമ്മൾ മാറിയാണല്ലോ. ഈ ബാത്റൂമിൻ്റെ പണി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം എന്ന് കരുതിക്കായിരുന്നു കേട്ടോ. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. അപ്പോൾ അതും റാഹത്തായിക്കാണ്ട് ചെയ്യാമെന്ന് കരുതുന്നുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങളെ പ്രാർത്ഥന നിങ്ങളെ സപ്പോർട്ടും നമുക്ക് എന്നും വേണം. എന്നും എൻ്റെ ദുആയിൽ നിങ്ങളും ഉണ്ടാവും കേട്ടോ. എന്നും മറക്കാതെ നിങ്ങളെയൊക്കെ ഞാൻ ഓർക്കും. എനിക്ക് എപ്പോഴും നിങ്ങളൊക്കെ പറയണ ഉമ്മമാർ ഇത്തമാർ ചേച്ചിമാർ എന്നൊക്കെ പറയണ ഭയങ്കര ഒരു ഇഷ്ടമാണ് നിങ്ങളോട്. നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് തരുന്ന ആളുകളാണ്. നമ്മളെ വീഡിയോസ് കണ്ടിട്ടും ഷെയർ ചെയ്തിട്ടും ലൈക്ക് ചെയ്തിട്ടും നിങ്ങളെ സപ്പോർട്ടിങ് വല്ലാതെ ഉണ്ട്. നമുക്ക് ഷെയർ ചെയ്ത് കണ്ടൊക്കെ ഒരുപാട് ആളുകൾ എനിക്ക് നമ്മളെ ലേഹ്യം കാര്യത്തിലൊക്കെ വിളിച്ചുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാട്ടോ. അവരെൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവില്ല, പക്ഷേ ലേഹ്യം കാര്യങ്ങളൊക്കെ അവർ കഴിച്ചിട്ട് ഇതിങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ട് വരുമ്പോഴേ അപ്പോഴാണ് ഞാൻ അവരോട് പറയും എനിക്ക് ഇങ്ങനെ ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴേ ഭയങ്കര സന്തോഷം അവരും എന്നെ. അപ്പോൾ നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ എന്താ ഇവിടെ ഒരു തിണ്ട് ഉണ്ടായിരുന്നു അല്ലേ, ആ തിണ്ടുമ്പോൾ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ വെച്ചിരുന്നു. ആ തിണ്ടാണ് പൊളിച്ചു. അപ്പോൾ ഇവിടെ വലിയ പണികളായിട്ട് നമുക്ക് വരൂല. ഒരു റൂം ഒന്നായിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു സംഖ്യ വേണമല്ലേ. അപ്പോൾ അതെന്തായാലും അവിടെ വരൂല. അവിടെ നമുക്ക് ആ ഒരു മുകളിൽ എന്തായാലും അവിടെ ഒരു ഷീറ്റ് ഉണ്ട് അല്ലേ, അടുക്കള ഭാഗത്ത് ഒരു ഷീറ്റ് ഉണ്ട്. റിതുവാണ് ക്യാമറ പിടിച്ചിരിക്കുന്നത് കേട്ടോ. ഞാൻ ഓനോട് പറഞ്ഞിരുന്നു വൃത്തിക്ക് പിടിച്ചണമെന്ന്. ഓനെ വേഗം 4 ഭാഗമാക്കി കാണ്ട് ഇങ്ങോട്ടേ പിടിച്ചെടുക്കുകയാണ്, ഒപ്പിച്ച് കൂട്ടിക്കാണ്ട് ഇങ്ങോട്ട് എടുക്കുവാൻ കേട്ടോ. അപ്പോൾ അവിടെ ഷീറ്റ് ഇല്ലോണ്ട് തന്നെ 4 ഭാഗം പടുത്തുകാണ്ട് നമുക്ക് റൂം ഉണ്ടാക്കേണ്ട ഒരു കാര്യമല്ല. അങ്ങനെ വരുമ്പോൾ നല്ലൊരു എമൗണ്ട് വരൂലേ. അപ്പോൾ ഒരു എൻജിനീയറൊക്കെ കൊടുന്ന് കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല, 2 ഭാഗം ഒന്നും ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പടുത്തുകാണ്ട് ചെറിയൊരു ഗ്രില്ല് വെച്ചാൽ ചെറിയൊരു പൈസക്ക് നമുക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ചെറിയ പൈസക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലേ, പെരമരൊക്കെ പണിയെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ മുഴുവനാകാൻ വേണ്ടി നിങ്ങളെ ദുആ പ്രാർത്ഥന എന്നും നമുക്ക് വേണം കേട്ടോ, നിങ്ങളെ സപ്പോർട്ട്. അപ്പോൾ ആ 2 ഭാഗം ചുമര് വെച്ചിട്ട് ചെറിയൊരു ഗ്രില്ല് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു റൂമായി കിട്ടും അതില്ലേ. അപ്പം നമുക്ക് അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ വെക്കാം. നമ്മളെ അടുക്കളയിലത്തെ ഫുഡല്ല കേട്ടോ, നമ്മളെ ലേഹ്യത്തിനായിട്ട് നമുക്കൊരു സെപ്പറേറ്റ് റൂം ഉണ്ടാക്കണം. അത് ഇങ്ങനെ കച്ചവടമൊക്കെ ചെയ്യണവർക്ക് വലിയൊരു ആഗ്രഹമായിരിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു സെറ്റപ്പ്. ഇത് കണ്ടോ അവിടെ മുകളിലൊരു സീറ്റ് ആദ്യം ഇട്ടതാണ് അല്ലേ, നമ്മൾ ആ അടുക്കള ഭാഗത്തു നിന്ന് ഇറങ്ങണേ. അപ്പോൾ അവിടെ തിണ്ടൊക്കെ അവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ ആകെ കച്ചറയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ എടുത്ത് ഒഴിവാക്കണം, സെറ്റപ്പ് ആക്കിയിട്ട്. അവിടെയൊക്കെ കണ്ടോ അതൊക്കെ അങ്ങോട്ട് പൊട്ടിച്ചെടുക്കുക. നമ്മളാ ഗ്രില്ലാണ് കേട്ടോ അടുക്കളയിൽ നിന്ന് ഇറങ്ങണേ. അപ്പോൾ കണ്ടോ ഇനി ആ ഒരു ഭാഗവും ഈ ഒരു സൈഡും മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഹോളോബിക്സ് വെച്ച് കണ്ട് ഒന്നുകൊണ്ട് പടുക്കാൻ കേട്ടോ. അപ്പോൾ തേപ്പും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ, നമുക്ക് ആ ഹോളോബിക്സ് കൊണ്ട് കുറച്ച് ഹോളോബിക്സ് കൊടുന്ന് 2 ഭാഗം അങ്ങോട്ട് സെറ്റപ്പ് ആക്കിയിട്ട് ചെറിയൊരു ഗ്രില്ലൊക്കെ വെച്ച് കഴിഞ്ഞാൽ സൂപ്പറാവും അല്ലേ. ഒരു വാതിലും വെച്ച് കഴിഞ്ഞാൽ ഒരു റൂമാവും നമുക്ക് ലേഹ്യത്തിനായിട്ട്. അപ്പം അങ്ങനെ ഒന്ന് കരുതുന്നുണ്ട് കേട്ടോ. മണ്ണ് ഒരുപാട് ഉണ്ടായിട്ടേ ഇത് കൊണ്ടയിടാൻ മണ്ണിനൊന്നും ഇപ്പോൾ അധികം ആളുകൾക്കും ആവശ്യമില്ലല്ലോ. ഈ മണ്ണ് ഇവിടുന്ന് മാറ്റിയാലേ നമുക്ക് അവിടെ ചാല് കീറാൻ പറ്റുള്ളൂ ഈ ഒരു പ്ലംബിങ്ങിൻ്റെ പണിക്ക്. അതാണ് ഇത്രയും നേരം വൈകിയ കേട്ടോ. മറ്റത് ആ ഒരു 2 കുഴി കുത്തി റിങ് ഇറക്കി വെച്ചിട്ട് ഇപ്പോൾ കുറേ ദിവസമായില്ലേ, ഏകദേശം 10 ദിവസമൊക്കെ ആയി. അപ്പോൾ അയിമക്ക് നമ്മൾ നോക്കാഞ്ഞത് ഇതാണ്, ഈ മണ്ണ് കൊണ്ടുപോകാൻ സ്ഥലമില്ലായിട്ടാണ് കേട്ടോ. അപ്പോൾ ആവശ്യക്കാരുണ്ടായിരുന്നു മണ്ണിന്, അപ്പോൾ അവരെന്നെ കൊണ്ടുപോയി കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് ഇനി ബാക്കി ചാലുകളൊക്കെ കീറിയിട്ട് അതാ മണ്ണ് ഒഴിവാക്കിയാൽ അവിടെ ചാല് കീറാൻ പറ്റുള്ളൂ. പ്ലംബിങ് പണിക്ക് ബാത്റൂമും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിയിട്ട് നമുക്ക് അയക്കാണ് കയറാം വിസ്മയും പറഞ്ഞിക്കാണ്ട് എന്ന് കരുതിക്കാണ്ട്. അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. കാര്യം അറിയാതെ ഇങ്ങനെ കമൻ്റ് ഇട്ടുകാണ്ട് മനുഷ്യനെ ഇടങ്ങേറാക്കരുത് കേട്ടോ. നിങ്ങൾക്കൊക്കെ അറിയാം നമ്മൾ അനാവശ്യമായിട്ട് ഒരു കാര്യം ചെയ്യൂല, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടുന്ന് മാറിയതിന് ഉദ്ദേശങ്ങൾ നല്ല ഉദ്ദേശങ്ങൾ തന്നെയാണ്. പല രീതിയിലും പല ആളുകളും കമൻ്റ് ഇട്ടിട്ടും വീഡിയോ ചെയ്തിട്ടൊക്കെ വിഷമിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അതിനൊന്നും മറുപടി കൊടുക്കാൻ പോലില്ല. പേഴ്സണലായിട്ടും എനിക്ക് മെസ്സേജ് ഇട്ട് ഒരുപാട് ഇത്തമാരും ചേച്ചിമാരും പ്രവാസികളായാലും ഒക്കെ പറയലുണ്ട്, ഋഷ് അതിനൊന്നും മറുപടി കൊടുക്കാൻ പോരുത്, നീ എന്താ ഉദ്ദേശിച്ച് അത് നല്ല രീതിയിൽ ചെയ്യുമെന്ന് പറയലുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ മക്കളെയും കൊണ്ടൊന്നും ഇവിടെ നിന്നുകാണ്ട് ഈ ഒരു പണികളൊന്നും നടക്കൂല. കുഞ്ഞു കുഞ്ഞു മക്കളല്ലേ, നിങ്ങൾക്ക് അറിയാം. ഈ കുണ്ടൊക്കെ കുത്തുമ്പോൾ അല്ലേ നമുക്ക് ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പേടിയായിരിക്കും. പിന്നെ ഒന്നാമത് മെയിൻ റോഡ്, ഗേറ്റ് എപ്പോഴും ഓപ്പൺ ആക്കിയിടേണ്ടി വരും. ആ ഒരു ബുദ്ധിമുട്ടോട് കൂടിയിട്ട് തന്നെയാണ് മാറിയത് കേട്ടോ. അപ്പം എല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇരിക്കാം ഇൻഷാ അല്ലാ. പിന്നെ ഒരുപാട് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ വീഡിയോസ് എടുത്ത് വിടണ്ട്. അങ്ങോട്ടും ഓടണം ഇങ്ങോട്ടും ഓടണം, പൊന്നാര മക്കളെ. ഇതിൻ്റെ ഇടയിൽ വീഡിയോസ് എടുക്കണം. ഇതിപ്പോൾ 2 ദിവസമായിട്ട് വന്നോണ്ടി മനസ്സിക്ക് സമാധാനം. വീഡിയോസ് എടുക്കാനും എഡിറ്റ് ചെയ്യാനൊന്നും കഴിയായിട്ട് ഒരുപാട് കണ്ടന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതിൻ്റെയൊക്കെ അപ്ഡേഷൻ ഉണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുത്ത് വിടാൻ കഴിയാത്തൊരു ബുദ്ധിമുട്ട് അതിൻ്റെ ഇത് വേറെ ഉണ്ട്. പണ്ടോ അവിടെ അങ്ങനെ ആ ഒരു ഇതുണ്ടായി
ഉണ്ടായിരുന്നല്ലോ ഒരു എന്താ പറയുക അടുപ്പ് പോലെ, അതൊക്കെ പൊളിച്ചപ്പോൾ വൃത്തിയായിട്ടോ. ഇത് കണ്ടോ ചാല് കീറിയിട്ടുണ്ട്. എന്നിട്ട് അത് കീറിയിട്ട് നമുക്ക് പ്ലംബിങ് പണി കഴിഞ്ഞിട്ട് ആ മണ്ണിട്ട് അപ്പം ഇൻഷാല്ലാ അടുത്ത മാസം റമദാനൊക്കെ വരുന്ന എല്ലാ പണികളും കഴിഞ്ഞ് ചെറിയൊരു പെയിൻറ്റിങ്ങും കഴിഞ്ഞ് കയറണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. ഇൻഷാല്ലാ ഒക്കെ നടക്കുന്നേ. സൗകര്യക്കുറവുകൊണ്ടാണ് ഇറങ്ങിയത് എന്നൊക്കെ പറഞ്ഞവരോട് ഒന്നും എനിക്ക് പറയാനില്ല. പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.